സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവീകന്മാർക്ക് പോലും അപമാനമേൽക്കും. അപ്പന് വിളി കേൾക്കേണ്ടി വരും, അമ്മയ്ക്ക് വിളി കേൾക്കേണ്ടി വരും. സംസ്കാര ശൂന്യൻ എന്ന് മാത്രമല്ല, നിന്റെ ഒരു സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കാത്ത ആളുകളോട് അധികം അടുക്കാൻ പോകരുത്. അതൊരു വിവേകമാണ്. കാരണം എന്താ പറയാ, ഈ നമ്മളുടെ ഒരു സംസ്കാര രീതിയുണ്ട്, നമ്മളുടെ ഒരു പെരുമാറ്റ രീതിയുണ്ട്, നമ്മളുടെ ഒരു ഇടപെടൽ രീതിയുണ്ട്. അതിനോട് ചേരാതെ പോകുന്ന, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാൾക്കാരായിരിക്കും, ശാന്തമായ പ്രകൃതമായിരിക്കും നിങ്ങൾ പോയി അപ്പുറത്ത് വളരെ ആവേശം പിടിച്ച്, അത് തെറ്റായിട്ട് കൊണ്ടായിരിക്കില്ല, നിങ്ങൾ തമ്മിൽ ചേരില്ല. അത് തമ്മിൽ ഭയങ്കരമായ അകൽച്ച ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ബന്ധങ്ങൾ. അപ്പം എൻ്റെ ഒരു സംസ്കാരത്തോട് ചേർന്നുള്ള ഒരു സംസ്കാരമാണോ അയാളുടേത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇടപെടുക. അത് അവരുടെ തെറ്റായതുകൊണ്ട് അവരെ മാറ്റി നിർത്താനുള്ളതല്ല, നമ്മൾ തമ്മിൽ അത്ര അങ്ങ് ചേർന്ന് പോവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. വചനത്തിൽ പറയുമ്പം നിന്റെ പൂർവികർക്ക് പോലും അപമാനം ഏൽക്കും എന്നൊക്കെ പറയുമ്പം അത് മറ്റുള്ളവരുടെ കുഴപ്പമായിരിക്കാം. പക്ഷെ ഞാനിത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, അതല്ലാതെ ചേർന്ന് പോകാത്ത സംസ്കാരങ്ങൾ തമ്മിൽ അങ്ങ് ചേർത്ത് കൊണ്ടുപോകാൻ നോക്കിയാൽ വെറുതെ എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാകത്തേ ഉള്ളൂ. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.